ഈ പിഗ്മെൻറ്റേഷനും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണും കാരണം ഞാനിപ്പോൾ സ്കിൻ കെയർ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഫേസ് വാഷാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോ 1% കോജിക് ആസിഡ് ഫേസ് വാഷാണ്. എനിക്ക് മെയിൻലി ഈ പിഗ്മെൻറ്റേഷനും അൺഈവൻ സ്കിൻ ടോണും ആണ് കൺസേൺ. അതുകൊണ്ടാണ് ഈ കോജിക് ആസിഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഞാനിപ്പോൾ റൊട്ടീനിൽ യൂസ് ചെയ്യുന്നത്. ഡേ ഫുള്ള് പുറത്തൂടെയൊക്കെ നടന്നിട്ടല്ലേ നമ്മളെല്ലാവരും വരുന്നത്. സോ നൈറ്റ് ആകുമ്പോൾ ഫേസ് നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്. ഞാൻ ഈ ഫേസ് വാഷ് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സെക്കൻഡ് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യും. ഓവർഡൂ ഒന്നും ചെയ്യാറില്ല, സിമ്പിളായിട്ട് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യുന്നത്. ഫേസ് വാഷ് കഴിഞ്ഞാൽ പിന്നെ ലിപ്സാണ്. ഇത് ഡോട്ട് ആൻഡ് ഗിയുടെ ലിപ് ബാം ആണ്. നൈറ്റിൽ ലിപ് ബാം അപ്ലൈ ചെയ്ത് കിടക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു റൊട്ടീനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഈ ലിപ് ബാം യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ എൻ്റെ ഈ ക്രാക്ഡ് ആയിട്ടുള്ള ലിപ്സ് മാറിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ് സിറമാണ്. ഇതാണ് എൻ്റെ റൊട്ടീനിലെ കുറച്ച് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഡെംഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് ആണ്. എൻ്റെ മെയിൻ കൺസേൺ പിഗ്മെൻറ്റേഷനും ഈ അൺഈവൻ സ്കിൻ ടോണും ആണ്. ഫേസിൽ കുറച്ച് പ്ലേസിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഓവറോൾ സ്കിൻ ടോണിലും സംടൈംസ് അൺഈവൻ ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഞാൻ സിറം അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രോപ്സ് മാത്രമേ എടുക്കുള്ളൂ. ഫേസിൽ ഈവൻലി അപ്ലൈ ചെയ്തിട്ട് ജെൻറ്റിലായിട്ട് സ്പ്രെഡ് ചെയ്യും. സ്കിൻ കെയറിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പ്രൊഡക്റ്റ് കുറേ യൂസ് ചെയ്തതിനേക്കാൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ഇപ്പോൾ റൊട്ടീൻ നല്ല സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ആക്ച്വലി കംഫർട്ടബിൾ ആയ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ സൺടാനും പിഗ്മെൻറ്റേഷൻ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക് കൂടി യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഫുൾ റൊട്ടീൻ വീഡിയോ ആക്കി വെച്ചിട്ടില്ല ഞാനിപ്പോൾ നിലവിൽ. നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് റൊട്ടീൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ പേര് നയന എന്നാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഫേസ് മസാജ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതും കാണാൻ മറക്കല്ലേ. സെറം കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ അലോവേര ജെല്ലാണ്. എൻ്റെ സ്കിന്നിന് കോമ്പിനേഷൻ സ്റ്റൈലിലാണ് വരുന്നത്. സോ എനിക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും ഫേസിൽ ഇടുന്ന പോലെ തന്നെ നമ്മുടെ നെക്കിലും ഇയറിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. സെറും അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തതിന് ശേഷം കേട്ടോ നമ്മൾ മസാജ് ചെയ്യുന്നത് ഫേസിൽ. ഇനി നമുക്ക് ഫേസ് മസാജ് ചെയ്യാവേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഈ ഫേസ് മസാജ് കേട്ടോ. കാരണം നമ്മുടെ ഈ വോൾ ഡേ കഴിഞ്ഞ് നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ടൈം ഇങ്ങനെ ഫേസ് മസാജ് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി നല്ല റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ഫോണും വർക്കും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നൈറ്റിൽ കുറച്ച് ടൈം എടുത്ത് ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. എനിക്കാണ് ഈ മോർണിംഗ് ഫേസിലൊക്കെ കുറച്ച് പഫ്നെസ് ആയിട്ടൊക്കെ തോന്നുന്ന ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഈ മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, എന്നെ നല്ല ഫ്രഷ് ആയിട്ട് തോന്നും ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും. പിന്നെ നമ്മൾ ഈ ഫേസ് മസാജ് ചെയ്യുമ്പോഴത്തേക്കിനും ഓരോ സൈഡിലും ഓരോ പാർട്ടിലും സെയിം കൗണ്ട് തന്നെ ഓരോ മസാജസും ചെയ്യാനായിട്ട് നോക്കണം. അതിപ്പം അണ്ടർ ഐയിലാണെങ്കിലും നമ്മുടെ ഈ കവിളിൻ്റെ ചീക്സിൻ്റെ അവിടെ ആണെങ്കിലും നെക്കിലാണെങ്കിലും ഫോർഹെഡിലാണെങ്കിലും എല്ലാം സെയിം കൗണ്ട് രണ്ട് സൈഡിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതുപോലെ ഞാൻ പ്രഷർ കൂടുതലായിട്ട് കൊടുക്കില്ല കേട്ടോ. ചിലപ്പോൾ വീഡിയോസിൽ ഞാൻ ഭയങ്കര ഹാർഡായിട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയല്ല, ഞാൻ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ടാട്ടോ ചെയ്യുന്നത്. നിങ്ങളിത് ചെയ്യുമ്പം നല്ല റിലാക്സ് ആയിട്ട് ഇരുന്നിട്ടോ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഇരുന്ന് ചെയ്യും.
സ്കിൻ കെയർ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല വോൾ ഡേ കഴിഞ്ഞ് കുറച്ച് ടൈം നമുക്ക് വേണ്ടി തന്നെ എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മീൻസ് നമുക്കൊരു പേഴ്സണൽ ടൈം, ഒരു സെൽഫ് ടൈം കിട്ടുന്ന ഫീല് നമുക്കുണ്ടാവും. സംടൈംസ് നമ്മൾ നല്ല ബിസി ആയി പോകും, സ്കിൻ കെയർ ചെയ്യാൻ പോലും മൂഡുണ്ടാവില്ല. ബട്ട് റൊട്ടീൻ സിമ്പിളാക്കിയാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയി ചെയ്യാനും പറ്റും, കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ടും പറ്റുമേ. ഞാൻ ഈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 റെപ്പിറ്റീഷൻ വെച്ചിട്ട് വൺ സൈഡിൽ ചെയ്താൽ മതി കേട്ടോ. ഓരോ സൈഡിലും 5 റെപ്പിറ്റീഷൻ അല്ലെങ്കിൽ ഒരു 10 റെപ്പിറ്റീഷൻ വെച്ചിട്ട് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാവേ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പാടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതുപോലെ ഫേസ് യോഗ, ഫേസ് മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഒരു 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 10 ഡേയ്സ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം തന്നെ ഫേസിൽ, ഞാൻ പറയുന്നത് ഫേസ് സ്ലിം ആകും അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആവും. അതുപോലെ നമ്മുടെ സ്കിന്നിലെ പഫിനെസ്, ചില എന്താ പറയുക, നമുക്കിങ്ങനെ നീര് വെച്ച പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറിയിട്ട് നല്ലൊരു ഡെഫിനിഷൻ വരുന്ന പോലെ ഫീൽ ചെയ്യും. അതല്ലാതെ ഞാൻ ഫേസിൽ ഫാറ്റ് മൊത്തം പോകുന്നൊന്നുമല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസറോ ഫേസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഫേസ് മസാജ് അല്ലെങ്കിൽ ഫേസ് യോഗയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല പിമ്പിൾസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ചെയ്യാനായിട്ട്, അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ല കേട്ടോ. So these are the two main products I use tonight. My face wash and serum. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കോളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാൻ വരെ ബൈ.